എല്ലാവർക്കും ഓൾറൗണ്ടേഴ്സ് മള്ളീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് തലക്ക് തടവാനുള്ള ഒരു എണ്ണയുമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കയ്യെണ്ണി, അത് കൃഷ്ണതുളസി, അതിനൊക്കെ ചെമ്പരത്തിയുടെ പൂവ്, മുയൽച്ചെടി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ തരം ചെടിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ചെടികൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നാടൻ രീതിയിലുള്ള എണ്ണയാണ്. ഇതെല്ലാവർക്കും, മുടി കൊഴിയുന്ന എല്ലാവർക്കും, അതിനൊക്കെ മുടിയുടെ എന്ത് പ്രശ്നമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. അതിനൊക്കെ പ്രവാസികൾക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നവർ തലക്ക് മുടി കൊഴിച്ചൽ, അതിനൊക്കെ മുടിയുടെ താരൻ, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കാം, ഏത് പ്രായമുള്ളവർക്കും ഉപയോഗിക്കാം. കാരണം ഇത് നാടൻ രീതിയിലുള്ള ഒരു എണ്ണയാണ്. ഇത് നമ്മൾ കൃഷ്ണതുളസി എടുക്കുക, കൃഷ്ണതുളസി ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ കയ്യെണ്ണി നമ്മൾ വീഡിയോ കണ്ട പോലെ കയ്യെണ്ണി എന്നാണ് ചില ഏരിയകളിൽ എന്ത് പേര് പറയുന്ന അറിയില്ല. കയ്യെണ്ണി എടുക്കുക, അതൊക്കെ ചെമ്പരത്തിയുടെ പൂവ് ഉപയോഗിക്കുക, അതാണ് കൃഷ്ണതുളസി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലിടുക. അതിന് കയ്യെണ്ണയുടെ വേരടക്കാം, അതിൻ്റെ വേരാണ് മെയിൻ കേട്ടോ. വേരടക്കം കഴുകിയതിന് ശേഷം നല്ല വൃത്തി കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് ഇലകൾ ഇതളായിട്ട് നമുക്ക് ഇടാം. ഇത് കയ്യെണ്ണയുടെ ഇലയാണ്, അത് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടായിരിക്കും. അതിനുശേഷം നമ്മളൊരു ഉരുളി എടുത്തിട്ട് അടുപ്പത്ത് ചൂടാക്കാം. നന്നായി ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഈ ഇലകളൊക്കെ ഇടുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഒരു കാരണവശാലും പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമ്മുടെ അടുത്തുള്ള മില്ലുകളിലോ അല്ലെങ്കിൽ ഒറിജിനൽ വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം എടുത്തിട്ട് ഒരു 1/2 ലിറ്ററോ 1 ലിറ്ററോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള എണ്ണ നമുക്ക് ഈ ഉരുളിയിലേക്ക് ഒഴിക്കണം. അത് ഉരുളി നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടായിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എണ്ണ ശരിക്കും തിളക്കൂല. എണ്ണ തിളച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഈ കൃഷ്ണതുളസിയും അതുപോലെ തന്നെ കയ്യെണ്ണിയും മുയൽച്ചെടിയനും ചെമ്പരത്തിയുടെ ഇലയൊക്കെ കൂടിയിട്ട് അത് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാകും. കാരണം ശരിക്കും വേവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉരുളി നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഉരുളി ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട്. പിന്നെ തീ നല്ലോണം കൂട്ടി വെക്കുക. ഫസ്റ്റ് ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക. തിളച്ചതിന് ശേഷം, വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം കുറക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് അത് ഓടിൻ്റെ ഉരുളിയിലൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഉരുളി, അലുമിനിയം ഉരുളി, ഏത് വേണമെങ്കിലും ആർക്ക് കിട്ടുന്നത് ഏത് ഉരുളിയാണോ കിട്ടുന്നത് ആ ഉരുളി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇന്ന് ഓടിൻ്റെ ഉരുളി നമ്മളെ കയ്യിലുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഓടിൻ്റെ ഉരുളി ഉപയോഗിച്ചത്. ഇതൊന്നും നമുക്ക് വലിയ ചിലവില്ലാത്ത കേസാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നാടൻ വെളിച്ചെണ്ണ എന്തായാലും തലക്ക് തടവുന്ന ആൾക്കാരുണ്ടാവും. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇത് നമ്മളൊരു സാധാരണ പ്ലേറ്റ് ഇട്ടിട്ട് ശരിക്കും ഇടിക്കുക. എന്തെങ്കിലും ഒരു കത്തിയുടെ സാധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ ഉപയോഗിച്ചിട്ട് ശരിക്കും ഇടിക്കുക. മിക്സിയിലൊന്നും ആർക്കും ഇടിക്കരുത്. ഒരു പാത്രത്തിൽ വെച്ച് ശരിക്കും ഇടിച്ചിട്ട് ഒരു ബ്രൗൺ കളറ് വരും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇടിച്ച് ശരിക്കാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എത്രയാണോ എണ്ണ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഇത് ഞാൻ പറഞ്ഞ സാധനങ്ങളിൽ പറിച്ച് കൊണ്ടുവന്നിട്ട് ഇടിക്കണം. ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൗൺ കളർ ശരിക്കും നീര് ശരിക്കും കിട്ടും. ആ നീര് ശരിക്കും പിഴിയുന്ന രീതിയിലുള്ള കിട്ടും. നമ്മൾ ഉരുളി ഏകദേശം ചൂടായിട്ടുണ്ട്. അവിടെ പുകയൊക്കെ വരുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണ തിളച്ചിട്ട് നമ്മൾ ഇടുന്നതാണ്. ഈ എണ്ണ തിളച്ചാൽ മാത്രം ഇങ്ങനെ ഇടുമ്പോൾ ഈ ലെവലിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എണ്ണ തിളക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഉപയോഗപ്രദമായ എണ്ണ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ലോണം എണ്ണ തിളക്കുക. അതിന് ശേഷം നമ്മൾ പറിച്ച് വെച്ച എല്ലാ ഇലകളും നമുക്ക് കുറച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നിന്നിട്ട് ശ്രദ്ധിക്കണം. ഇല ഇടണം. ഇട്ടിട്ടില്ലെങ്കിൽ ഈ എണ്ണ നമ്മുടെ മുഖത്തേക്കോ കൈക്കൊക്കെ തെറിച്ചിട്ട് അപകടം ഉണ്ടാവുക. എണ്ണ തിളച്ച് അതിൻ്റെ ഒരു പ്രത്യേക മണമായിരിക്കും. നമ്മൾ ചെമ്പരത്തി ഇലയിടുന്നതുകൊണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ പൂവിടുന്നതുകൊണ്ട് നല്ല മണമായിരിക്കും എണ്ണക്ക്. നമ്മൾ തലക്ക് തടയി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ എവിടെ തടയി കഴിഞ്ഞാലും നല്ല മണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലവേദന ഉണ്ടാവില്ല. അതിനൊക്കെ കഫക്കെട്ടിൻ്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണയാണ് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ കയ്യെണ്ണയും കൃഷ്ണതുളസിയും ചെമ്പരത്തിയും ഇങ്ങനെ ഉള്ള നമ്മളെ ആയുർവേദത്തിൽ പറയുന്ന പോലെ എല്ലാ ഇലകളും നമ്മളിതിൽ ഉപയോഗിക്കേണ്ടത്. അതെന്തായാലും സുലഭമായി കിട്ടുന്നതാണ്. നമ്മൾ കയ്യെണ്ണിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുന്നില്ല, പക്ഷേ പ്രായമുള്ളവർക്കെല്ലാം വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുലഭമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ്. അതൊന്നും നമ്മളിത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ പ്രായമുള്ളവർ വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് കയ്യെണ്ണയുടെ ഗുണങ്ങളും കയ്യെണ്ണയുടെ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രവാസിയായിരുന്നു. മുടി ഒരുപാട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം മുടി കൊഴിച്ചിൽ നിന്നു. അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിലനിർത്താൻ പറ്റി. അതിനൊക്കെ ഇടവിട്ട് വരുന്ന തലവേദന, അതാണ് മെയിൻ. ഇടവിട്ട് വരുന്ന തലവേദന ഇല്ലാണ്ടായി. അല്ലെങ്കിൽ എപ്പോഴും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അതിന് നമ്മൾ ഈ ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഒരു കാരണവശാലും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മറ്റ് പാക്കറ്റ് വെളിച്ചെണ്ണ അങ്ങനെ അതൊന്നും ഉപയോഗിക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ക്വാളിറ്റി കിട്ടില്ല. ഓക്കെ, നാടൻ വെളിച്ചെണ്ണ കിട്ടാത്ത ഏരിയകളിപ്പോൾ എവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മില്ലിൽ തന്നെ പോയിട്ടോ അല്ലെങ്കിൽ നാടൻ വെളിച്ചെണ്ണ കിട്ടുന്ന കടകളിൽ തന്നെ പോയിട്ട് നമ്മൾ വാങ്ങണം. നമ്മൾ വെളിച്ചെണ്ണ പറഞ്ഞാൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര കത്തിച്ച് കഴിഞ്ഞാലും പിന്നെ തിളക്കലുണ്ടാവില്ല. നമ്മളെ മറ്റ് പോലെയല്ല, നമുക്ക് ഒരു പച്ചവെള്ളമാണെങ്കിൽ നമുക്ക് എത്ര ചൂടായി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെ തിളച്ച് വരും. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈമിലോ തിളക്കുള്ളൂ. പിന്നെ നമ്മൾ ചൂടായി നിൽക്കുകയുള്ളൂ, തിളക്കില്ല ഒരിക്കലും. കണ്ട ഇപ്പോഴും നല്ല ചൂടിലാണ്, പക്ഷെ തിളക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് ഇത് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളക്കുമല്ലോ, പിന്നെ ചൂടായി നിൽക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് കുറക്കുക, തീ കുറച്ചതിന് ശേഷം ഒരു ചട്ടുകോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് ശരിക്കും അടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഈ വേരൊക്കെ ഉണ്ട്, ആ വേരെല്ലാം ചെറുങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇലയിൽ ഏകദേശം അതിൻ്റെ അകത്ത് തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യെണ്ണീരും ഇതിനൊക്കെ വേര് ഉണ്ട്, ഒരു ഉണങ്ങിയത് പോലെ ഉണ്ട്, മുകളിൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ വേരാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. ഓക്കെ, ഒരു കാരണവശാലും കയ്യെണ്ണി നമ്മൾ ഇല മാത്രമല്ല പൊരിക്കുമ്പോൾ വേരടക്കം ഉപയോഗിക്കാം. കയ്യെണ്ണി ഏത് സീസണിലും എല്ലാവർക്കും കിട്ടും, അത് ഇന്ന സീസണൊന്നുമില്ല കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂവ് ചില സമയം എല്ലാ സീസണിലും കിട്ടണമെന്നില്ല, എല്ലാ സൈറ്റിലും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ചെമ്പരത്തി പൂവ് ഇട്ടിട്ടില്ലെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചെമ്പരത്തി പൂവ് ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. ആ എണ്ണ തടയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊരു പ്രത്യേക ഒരു നല്ല മണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണം ആയിരിക്കും. അതാണ്. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് നല്ലത് അടങ്ങിയത് കൊണ്ട് നമുക്ക് ശരീരത്തിനും ഏറ്റവും നല്ലതാണ്. കാരണം നമ്മളിത് ഇളകിക്കൊണ്ട് നിൽക്കാം. ഒരു കാരണവശാലും അവിടെ അടുപ്പിൽ വെച്ചിട്ട് എവിടെയും പോയി നിൽക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാൻ കൊടുക്കും. നമുക്ക് എത്രയാണ് ആവശ്യം, നമുക്കിപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്ററിന് മുകളിൽ ഇതിൻ്റെ കൂടെ 1 ലിറ്ററിൻ്റെ മുകളിൽ എന്തായാലും വരും. നമുക്കൊരു 2-3 മാസം നമുക്ക് കുറച്ച് തടയാൽ മതി. നമ്മൾ വെളിച്ചെണ്ണ തടയുന്നതിൻ്റെ ഒരു 10% പോലും നമുക്ക് എണ്ണ തടണ്ട. കാരണം ഇതിൻ്റെ 10% ഉപയോഗിച്ചാൽ മതി, അത്രയും ഗുണങ്ങൾ കിട്ടും. അതാണ് നമുക്ക് ശരീരത്തിനുമായാലും നമുക്ക് മാനസികമായിട്ടായാലും പിന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം അത് തടയി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ വില കൊടുത്ത് മറ്റ് ക്രീമുകളോ അല്ലെങ്കിൽ മറ്റ് ഷാമ്പുകളൊക്കെ വാങ്ങി അത് താൽക്കാലികമാണ്, മുടി ഉപയോഗിച്ച് താൽക്കാലികം ചെയ്തിട്ട് ആ ഷാമ്പൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളെ കൂടുതൽ മുടി കൊഴിയാണ്. അപ്പോൾ നമ്മൾ തിളച്ചു ശരിക്കും തണിഞ്ഞതിന് ശേഷം അതെല്ലാം അതിന് ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്കിപ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഒരു അരിപ്പ വെച്ച് ഉപയോഗിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. കാരണം കുപ്പിയിലേക്ക് മാറ്റാം. നല്ല കറുപ്പ് കളറാൻ പറ്റില്ല, എൻ്റെ കളർ തന്നെ കറുപ്പായി. ആദ്യം ബ്രൗണായിരുന്നു, പിന്നെ നേരെ കറുപ്പായി. കുപ്പിയിലൊക്കെ മാറ്റിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്ര മാസം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ പാത്രം എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൽ ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ മയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ വെളിച്ചെണ്ണ അത്ര തന്നെ നമുക്ക് കുറച്ച് കൂടുതലാണ് കിട്ടി. കാരണം നമുക്ക് അതിൻ്റെ സാധനങ്ങൾ ഇട്ടത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കുപ്പിയിലേക്ക് മാറ്റി. അത് നല്ല ഒരു ഒറിജിനാലിറ്റിയാണ്. നമ്മളെല്ലാ വീഡിയോയും നാച്ചുറലാണ്, നമ്മൾ ചെയ്ത് പരീക്ഷിച്ചാണ്. നമ്മൾ പഴയ രീതികളിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ജെന്യുവനായ കാര്യങ്ങളും മാത്രം നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ, ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതാരും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ടാണ് നമ്മൾ ഓൾറൗണ്ടേഴ്സ് മല്ലൂസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അത് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് നമുക്ക് വേണം. അത് നിങ്ങൾക്ക് ഉപകാരമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളതുപോലെ തന്നെ വീഡിയോ ഉൾപ്പെടുത്തും. നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ജെന്യുവനായ കാര്യങ്ങൾ മാത്രമേ ഈ ചാനൽ ഉൾപ്പെടുത്തുള്ളൂ. കാരണം ഏകദേശം നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. അതിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇതുണ്ടല്ലോ, ബാക്കി വരുന്ന സാധനം കൈ കൊണ്ട് ശരിക്കും പിഴിയുക. അതിന് കുറച്ചെണ്ണ ബാക്കിയുണ്ടോ, ശരിക്കും പിഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. 2-3 പ്രാവശ്യം പിഴിയുമ്പോൾ, കാരണം നല്ല ചൂട് എണ്ണയിലായതുകൊണ്ട് ശരിക്കും അതിൻ്റെ ഒരു ഉണങ്ങിയതുപോലെ കിട്ടും നമുക്ക് ലാസ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണയെല്ലാം പോയതിന് ശേഷം അതിൻ്റെ ആ പച്ചയില മാറി നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ടാകും. ആ എണ്ണക്ക് തന്നെ ഒരു പ്രത്യേക കളറാണ്. നമ്മൾ വെളിച്ചെണ്ണ തടന്നതിൻ്റെയും അല്ല മറ്റെണ്ണകൾ തടന്നതിൻ്റെയും ഒരു 100 ഇരട്ടി ഗുണം തലക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇത് ശ്രമിക്കുക. ഇത് കയ്യണ്ണി കിട്ടുന്നവർ ഓക്കെ ഇത് ശ്രമിക്കുക.
എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാവട്ടെ, നല്ല നല്ല മുടികൾ വളരട്ടെ. ഓക്കെ, അങ്ങനെ മുടിയില്ല അല്ലെങ്കിൽ മുടി കൊഴിയുന്നതിൽ ടെൻഷൻ ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഓൾറൗണ്ടേഴ്സ് മല്ലൂസ് യൂട്യൂബ് ചാനലിൻ്റെ ഇനിയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ ഫാമിലിയുടെയും നിങ്ങളുടെ സുഹൃത്തിൻ്റെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഗുഡ് ബൈ.